നമ്മുടെ ഇന്നത്തെ യാത്ര പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ക്ഷേത്രത്തിന്റെ പേര് ആലത്തിയൂർ ഹനുമാൻ കാവ്. കേരളത്തിലെ മലപ്പുറം ജില്ലയിലുള്ള തിരൂരിനടുത്ത് പൊന്നാനിപ്പുഴയ്ക്കും ഭാരതപ്പുഴയ്ക്കും ഇടയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 3000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ വസിഷ്ഠ മഹർഷി പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ശ്രീ രാമചന്ദ്ര പ്രഭുവാണ്. ശ്രീരാമസ്വാമി ഉണ്ടെങ്കിൽ പിന്നെ ഹനുമാൻ സ്വാമിയും ഉണ്ടാവുമല്ലോ. സീതാന്വേഷണത്തിനായി പോകുന്ന തന്റെ ഭക്തനായ ശ്രീ ഹനുമാൻ സ്വാമിക്ക് സീതാദേവിയോട് ഉണർത്തുവാനുള്ള അടയാളവാക്യം ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഭാവത്തിലാണ് ശ്രീരാമസ്വാമിയെ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ശ്രീകോവിലിന് തൊട്ട് തെക്ക് ഭാഗത്താണ് ശ്രീ ഹനുമാൻ സ്വാമിയുടെ ഇരിപ്പിടം. ശ്രീരാമസ്വാമി പറഞ്ഞു കൊടുക്കുന്ന ഈ അടയാളവാക്യം കൃത്യമായി ശ്രവിക്കുവാൻ ശ്രീ ഹനുമാൻ സ്വാമി തന്റെ തല ഇടതുവശത്തേക്ക് സ്വല്പം ചരിച്ചു പിടിച്ചു നിൽക്കുന്ന ഭാവത്തിലാണ് അദ്ദേഹത്തിന് നിൽപ്പ്. പക്ഷേ ഈ ശ്രീരാമസ്വാമി പറഞ്ഞു കൊടുക്കുന്ന അടയാളവാക്യം അനുജനായ ലക്ഷ്മണൻ കേൾക്കരുതെന്ന് സ്വാമിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിനാൽ ശ്രീ ലക്ഷ്മണസ്വാമിയെ നാലമ്പലത്തിന് പുറത്ത് വടക്കു ഭാഗത്ത് പ്രത്യേക കോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇത്രയും വലിയ ഭഗവത് കാര്യത്തിനായി, അതായത് ശ്രീരാമസ്വാമിയുടെ നിർദ്ദേശപ്രകാരം ഹനുമാൻ സ്വാമി ലങ്കയിലേക്ക് സീതാദേവി അന്വേഷിച്ച് പോവുകയാണ്. അപ്പോ കുറച്ച് അടയാളവാക്യമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സീതയെ കാണുമ്പോൾ പറയാൻ. അപ്പോ ഇത്രയും വലിയ കാര്യസാധ്യത്തിനായി പോകുന്നത് കാരണം ഈ ക്ഷേത്രത്തില് കാര്യസിദ്ധി വഴിപാടുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാര്യസിദ്ധിക്കായി, അതായത് നമ്മൾ എന്തെങ്കിലും വിചാരിച്ചാല് നടക്കണം എന്നുണ്ടെങ്കിൽ ശ്രീരാമസ്വാമിക്ക് അവിടെ പാൽപായസവും ഹനുമാൻ സ്വാമിക്ക് ശർക്കര കൂട്ടിക്കുഴച്ച അവിലും ഗതസമർപ്പണവും ലക്ഷ്മണസ്വാമിക്ക് അടനിവേദ്യവും പ്രധാനമാണ്. ശർക്കര കൂട്ടിക്കുഴച്ച അവിലുണ്ടല്ലോ, അടിപൊളി സ്വാദാട്ടോ. അത് ഞങ്ങളൊക്കെ അവിടെ പോയാൽ അത് വാങ്ങിച്ച അവിടെ നിന്ന് കഴിച്ചു തുടങ്ങും. പിന്നെ ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്തായിട്ട് ശ്രീ ഹനുമാൻ സ്വാമി സമുദ്രലംഘനം നടത്തിയതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു തറ കാണാട്ടോ. ആ തറയുടെ അറ്റത്തായി വലിയൊരു കരിങ്കല്ലുമുണ്ട്. നല്ല നീളമുണ്ട് ആ കരിങ്കല്ലിന്. ആ കരിങ്കല്ലിനെ സമുദ്രമായാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ഹനുമാൻ സ്വാമി സമുദ്രലംഘനം ചെയ്തതിന്റെ പ്രതീകമായിട്ടാണ് ആ തറയും കരിങ്കല്ലും. ആളുകള് അവിടെ നിന്ന് ഒരൊറ്റ ചാട്ടാണ്, അതായത് ശക്തിമാന്മാരാവാൻ വേണ്ടി. അത് ഹനുമാൻ സ്വാമി അവിടെ നിന്ന് ലങ്കയിലേക്ക് ചാടി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഹനുമാൻ സ്വാമി ശക്തിയുടെ പ്രതീകമാണല്ലോ. ആ ശക്തി തെളിയിക്കാൻ വേണ്ടി കുട്ടികളൊക്കെ നല്ലവണ്ണം ഒറ്റ ചാട്ടാണ് അപ്പുറത്തേക്ക്. അപ്പൊ നമ്മൾ പറയും, കണ്ടോ ഹനുമാൻ സ്വാമിയെ പോലെ ശക്തനാകാം എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് രാത്രി ഉറങ്ങുമ്പോൾ പേടിക്കാതിരിക്കാനുണ്ടല്ലോ ഞങ്ങളോട് പറയും, ഒരു നാമം ചൊല്ലിത്തരൂ കേട്ടോ. അതായത് ആലത്തിയൂർ ഹനുമാനെ പേടി സ്വപ്നം കാട്ടരുതേ, പേടി സ്വപ്നം കാട്ടിയാൽ ഹനുമാന്റെ വാല് കൊണ്ട് അടിച്ചടിച്ച് നിർത്തേണമേ. രാത്രി ആകുമ്പോൾ ഇത് ചൊല്ലാണ്ട് കിടക്കില്ല ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത്. അപ്പൊ എന്താന്ന് വെച്ചാ നമുക്കൊരു ധൈര്യമാണ്. ഇരുട്ട് കാണുമ്പോഴോ അല്ലെങ്കിൽ രാത്രി എന്തെങ്കിലും പേടി സ്വപ്നം കാണുമ്പോഴോ നമ്മൾ ഇന്ന് ഞാൻ ഹനുമാൻ സ്വാമിയുടെ നാമം ചൊല്ലിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ചീത്തയൊന്നും വരില്ല. അങ്ങനെ ഓരോ വിശ്വാസങ്ങളും നമ്മുടെ കാരണവന്മാര് നമുക്ക് പറഞ്ഞു തരും. മക്കളെ അങ്ങനെയാണ് അങ്ങനെയെന്ന് പറയുന്നത് കൊണ്ട് ഈ ഓരോ നാമജലിയൊക്കെ നാമജലിയൊക്കെ വളർന്നത് കൊണ്ടും നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും തരണം ചെയ്യാൻ നമുക്ക് അവിടെ ശക്തിയുണ്ട് എന്നൊരു വിശ്വാസം അല്ലെ. ആ ശക്തിയാണ് നമ്മളെയൊക്കെ ഓരോ പ്രതിസന്ധികളും തരണം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ തലമുറകളെയും നമ്മുടെ കുട്ടികളെയും ഈ നാമൊക്കെ ചൊല്ലി വളർത്താൻ നോക്കണം കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചാ എന്നെ നോക്കാൻ അങ്ങേരുണ്ട്, അപ്പൊ എനിക്ക് പേടിക്കണ്ട, അങ്ങനൊരു വിശ്വാസം. അതായത് കുട്ടികൾക്ക് മാതാപിതാക്കളുടെ വിശ്വാസം പോലെയാണ് ഓരോ ഈശ്വരന്മാരിലും വിശ്വാസം വരുന്നത്. അപ്പോൾ അത് ആരും ആയിക്കൊള്ളട്ടെ. അപ്പൊ നമുക്കൊരു ശക്തി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ നാമൊക്കെ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കുന്നത്. ഞങ്ങളൊക്കെ ഉറങ്ങാൻ നേരത്ത് ഈ നാമൊക്കെ ചൊല്ലിയാണ് പണ്ട് കുട്ടിക്കാലത്ത് കിടന്നുറങ്ങിയിരുന്നത്. ഇപ്പൊ നമ്മുടെ കുട്ടികളെ പരമാവധി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാലും ഇപ്പൊ മൊബൈലിന്റെ ഒക്കെ ലോകത്താണല്ലോ എല്ലാവരും. ഇങ്ങനെ ഓരോ വിശ്വാസങ്ങളാണല്ലോ മനുഷ്യ മനസ്സിന്റെ അടിത്തറകളും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും. അപ്പൊ ആരെങ്കിലും മലപ്പുറം ജില്ലയിലൂടെ പോകുമ്പോൾ ഒന്ന് ആലത്തിയൂർ ഹനുമാനോട് കയറി കണ്ടോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.